ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്. കൊല്ലം ചടയമംഗലത്ത് കാർ അഗാധമായി താഴ്ചയിലേക്ക് മറിഞ്ഞ് കാറിന് തീപിടിച്ച് ഒരാൾ വെന്തു മരിച്ചു. വയക്കൽ ഒഴൂപാറയ്ക്കൽ സ്വദേശി 38 വയസ്സുള്ള ലിനീഷ് റോബിൻസനാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ സിനിമയ്ക്ക് പോകുന്നു എന്ന് ഭാര്യയോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നാൽ രാത്രിയോടെ ലിനീഷിനെ ഫോണിൽ വീട്ടുകാർ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ ഓഫായിരുന്നു. പുലർച്ചെയോടെ ലിനീഷിൻ്റെ പിതാവ് അഞ്ചൽ പോലീസിന് മകനെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകി. പോലീസ് അന്വേഷിക്കുന്നതിനിടയിലാണ് വയക്കൽ ഒഴൂപാറയ്ക്കൽ റോഡിൽ നിന്നും 150 തടി താഴ്ചയിലേക്ക് ഒരു വാഹനം മറിഞ്ഞ് കത്തിയ നിലയിൽ സമീപത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ കാണുന്നത്. തുടർന്ന് ഇദ്ദേഹം പോലീസിനെ വിവരമറിയിച്ചു. ചടയമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കത്തിയെരിഞ്ഞ കാറിനുള്ളിൽ മൃതശരീരം കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണപ്പെട്ടത് ലിനീഷാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇത് ഇടമലക്കൽ പഞ്ചായത്തിലെ വെള്ളൂർ വാർഡാണ്. വെള്ളൂർ വാർഡിൻ്റെ പരിധിയാണ്. ഒരു വിജനമായ ഒരു പ്രദേശമാണ്. മുൻപ് ഒരു ബ്യൂറേഴ്സ്, ഒരു സ്കൂളൊക്കെ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ആളുകളുടെ കൂടുതൽ സഞ്ചാരമുള്ളൊരു സ്ഥലമല്ല. അവിടെ നിന്ന് തന്നെ ഉള്ള റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോൾ ഈ കാറ് ഒരെണ്ണം കരിഞ്ഞ് കിടക്കുക. അതിലൊരു മൃതശരീരം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സംശയങ്ങൾ, അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വാർഡിലെ ഒരു കുടുംബത്തിലെ ഒരു 38 വയസ്സുള്ള ഒരു വ്യക്തിയെ കാണാതെ ഉണ്ട് എന്നറിയുന്നുണ്ട്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു വാഹനവും കത്തിക്കരിഞ്ഞ നിലയിൽ അതിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു മൃതദേഹവും കാണുന്നുണ്ട്. ഇതാണ്. പക്ഷേ നമുക്കതിപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു സംശയം നമുക്ക് നിജപ്പെടുത്താൻ. മരണപ്പെട്ട ലിനീഷ് എറണാകുളം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ്. 6 വയസ്സുകാരി ഒരു മകളുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഫോറൻസിക് സംഘം, വിരലടയാള വിദഗ്ധർ തുടങ്ങി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.